ഗുഡ് ഈവനിങ് ഓൾ. മില്യൺ ബിസിനസ് ചാനൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് മാർക്കറ്റ് ന്യൂസ് കടക്കാം. ഇന്ന് നിഫ്റ്റി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അമേരിക്കയുടെ താഴെയും യൂറോപ്യൻ യൂണിയനായിട്ടുള്ളതും മാർക്കറ്റ് വളരെ നല്ലതായി ഇന്ന് പ്രതിഫലിച്ചു. നിഫ്റ്റി 50 ഇന്ന് 173 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയാണ് ഉണ്ടായത്. 25,867 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്തത് ഗ്യാപ്പ് അപ്പിലായിരുന്നു. നിഫ്റ്റി ബാങ്ക് 548 പോയിൻറ്റ്സ് ഉയർന്ന് 60,669 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 938 പോയിൻറ്റ്സ് ഉയർന്ന് 60,441 ക്ലോസ് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് 12.19 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 485 പോയിൻറ്റ്സ് ഉയർന്ന് 84,065 ക്ലോസ് ചെയ്തു. DIA ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ DIA 4 കോടി രൂപയുടെ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. എന്നാൽ FII ബൈയിങ് തുടരുകയാണ്. 2,254 കോടി രൂപ നെറ്റ് ബയേഴ്സ് ആയിരുന്നു ഇന്ന് FII. നിഫ്റ്റി 50 ഈ വർഷത്തെ മൂവിൽ നോക്കിക്കഴിഞ്ഞാൽ 1 ജാനുവരിക്ക് നിഫ്റ്റി 26,129 ആയിരുന്നപ്പോൾ അവിടെ നിന്ന് 25,867 നിൽക്കുമ്പോൾ 1% ലോസ് ആണ് ഈ വർഷം നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയുടെ ലാസ്റ്റ് 12 മന്ത്സിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 1 മാർച്ചിന്, അതായത് 2025 1 മാർച്ചിന് 22,124 നിഫ്റ്റി. ഇന്ന് 25,867 നിൽക്കുമ്പോൾ 16.92% പ്രോഫിറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് സെക്ടർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടേഴ്സും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ നിഫ്റ്റി മീഡിയ എബവ് 4% റാലി നടത്തി. നിഫ്റ്റി PSU ബാങ്ക് എബവ് 3% റാലി നടത്തി. നിഫ്റ്റി റിയാലിറ്റി എബവ് 2% റാലി നടത്തി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ്, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ എന്നീ സെക്ടേഴ്സ് എബവ് 1% റാലി കാണാൻ സാധിച്ചു. ഇന്ന് നിഫ്റ്റി ഓട്ടോ 27,791 ക്ലോസ് ചെയ്തപ്പോൾ 271 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 127 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 36,578 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 28,154 ക്ലോസ് ചെയ്യുമ്പോൾ 346 പോയിൻറ്റ്സിന് ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG 164 പോയിൻറ്റ്സ് ഉയർന്ന് 52,047 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ 14,313 ക്ലോസ് ചെയ്തപ്പോൾ 174 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. നിഫ്റ്റി ഇൻഫ്ര 73 പോയിൻറ്റ്സ് ഉയർന്ന് 9614 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 5 പോയിൻറ്റ്സ് ഉയർന്ന് 35,616 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മീഡിയ 1451 ക്ലോസ് ചെയ്തപ്പോൾ 60 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി മെറ്റൽ 186 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 12,129 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 46 പോയിൻറ്റ്സ് ഉയർന്ന് 12,255 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമ 329 പോയിൻറ്റ്സ് ഉയർന്ന് 22,290 ക്ലോസ് ചെയ്തു. നിഫ്റ്റി PSU ബാങ്ക് 296 പോയിൻറ്റ്സ് ഉയർന്ന് 9,172 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി റിയാലിറ്റി എന്ന് 21 പോയിൻറ്റ്സിൻ്റെ ഉയർച്ചയുണ്ടായി. 846 ക്ലോസ് ചെയ്തു. കമ്പനി പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 2,324 കമ്പനികൾ ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പോൾ 612 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. ഇന്നത്തെ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ SBIയുടെ റിസൾട്ട് നല്ലതായിരുന്നു. SBI 7.46% റാലി നടത്തി. ശ്രീറാം ഫിനാൻസ് 6% റാലി നടത്തി. ഗ്രാസിം 3.15%, ടൈറ്റാൻ 2.82%, ഡോക്ടർ റെഡ്ഡി 2.76%, അൾട്രാടെക് 2.56%, ടാറ്റ സ്റ്റീൽ 2.51%, ഹിൻഡാൽകോ 2.30%, TMPV 2.14% ആൻഡ് ഇറ്റേണൽ 1.87% റാലി നടത്തി. ലൂസേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മാക്സ് ഹെൽത്ത് കെയർ 2.87% ഫോളോ കണ്ടു. പവർ ഗ്രിഡ് 1.02% ഫോളോ നടത്തി. ITC 0.92%, ONGC 0.87%, NTPC 0.86%, ICICI Bank 0.70%, Infosys 0.66%, Nestle India 0.59%, HDFC Bank 0.41% ആൻഡ് വിപ്രോ 0.28% ഫോളോ ആണ് കണ്ടത്. ഇതിൽ പയ്യേഴ്സിലെ റെക്കമെൻഡേഷൻ അല്ല, ഇൻഫർമേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ന്യൂസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ പ്രധാനമായിട്ട് ന്യൂസ് അപ്ഡേറ്റ്സ്. അടുത്ത ന്യൂസ് അപ്ഡേറ്റ്സ് നാളെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ആൾ.